ഹലോ, ഇന്ന് നമ്മൾ പുതിയ കേക്ക് ഡെക്കറേഷൻസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് ഒരു ദിവസത്തെ വീഡിയോ അല്ല, പല പല ദിവസത്തെ വീഡിയോസും നമ്മൾ കമ്പൈൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് 1 kg വെയിറ്റ് വരുന്ന ടെൻഡർ കോക്കനട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഹാർട്ട് ഷേപ്പിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ റൗണ്ട് കേക്കായിട്ട് ചെയ്തിട്ട് അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിലേക്ക് ചേഞ്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ തലേന്ന് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫൈനൽ ഫ്രോസ്റ്റിങ്ങും അതുപോലെ ഈ ലാസ്റ്റിലെ ഒരു ഫോണ്ടൻ ഡെക്കറേഷൻസ് മാത്രമേ നമുക്ക് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് നൈറ്റിൽ കൊടുക്കാനുള്ളതുകൊണ്ട് ഫോണ്ടൻറ്റ് നമുക്ക് കുറച്ച് ലൈറ്റായിട്ട് വെച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് ലൈറ്റാക്കി നിന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ഗോൾഡൻ ഡസ്റ്റ് അപ്ലൈ ചെയ്യാനുണ്ട് ഇതിൻ്റെ മുകളിൽ. അതുകൊണ്ട് തന്നെ ഞാനൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലുള്ള ഫോണ്ടൻ്റാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വൈറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡന് അപ്ലൈ ചെയ്യുമ്പോൾ ഇത്രയും ഒരു ഫിനിഷിങ്ങിൽ കിട്ടില്ല. അപ്പോൾ ഞാൻ ലൈറ്റ് യെല്ലോ കളറിലുള്ളതാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ കസ്റ്റമർ നമുക്ക് അയച്ചു തന്ന പിക്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ലെറ്റേഴ്സും ഈ ഒരു ഹാർട്ട് ഷേപ്പുള്ളതും ഈ ഒരു ഗോൾഡൻ ഡസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കേക്കിൽ പ്ലെയിനായിട്ട് മാത്രം, അത് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മൾ അതേപോലെ ചെയ്യാൻ അത്രയും ഈ കറക്റ്റ് പിക്ക് പോലെ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഏകദേശം ഒരു പിക്ക് അയച്ചു തന്നു, നിങ്ങൾ ഐഡിയ പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അൻഫിക്കുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ എനിക്കത് അങ്ങനെ ഒരു ഇഷ്ടമാവാത്തതുകൊണ്ട് ഞാനിതിൻ്റെ 2 എഡ്ജസിലും കൂടിയായിട്ട് ഈ ഗോൾഡൻ ഡസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. താഴെയും മുകളിലായിട്ട് ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒരു ഭംഗിയുള്ള പോലെ തോന്നി. അപ്പോൾ ഞാനത് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുത്തു കേട്ടോ. ഈ ഒരു കേക്ക് അവർക്ക് നൈറ്റിൽ ബർത്ത്ഡേ ഉള്ള ആൾക്ക് സർപ്രൈസായിട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈവനിങ്ങിലാണ് സെറ്റ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ വൈകിട്ട് കൊടുത്തയക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു എഡ്ജസ് എങ്ങനെയുണ്ട്. പിന്നെ നമ്മൾ അടുത്ത ദിവസമാണ് കേട്ടോ ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യണത്. ഇത് 1 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഇത് നമ്മളെ സനക്കുള്ളതാണ് കേട്ടോ. അവളെ മോളുടെ 2nd ബർത്ത്ഡേക്കുള്ള കേക്കാണ്. ഇത് മാത്രമല്ല, അതിന് കൂടെ വേറൊരു കേക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി. അപ്പോൾ ഇത് നമ്മളൊരു മോഡൽ അവൾക്ക് അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾക്ക് ഇഷ്ടമായിട്ട് അവളെ മോളുടെ ഡ്രസ്സിൽ സെറ്റ് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഫോണിൽ കാണുന്ന ഡ്രസ്സിൻ്റെ കളറും ഡയറക്റ്റ് കാണുന്ന കളറും കൂടി ചെറിയൊരു മാറ്റം ഉണ്ടാവുമല്ലോ. അതുപോലെ അവളെ മോളുടെ ഡ്രസ്സ് ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു കേട്ടോ കളറിൽ. എന്നാലും അവർ ചെയ്തതിലൊക്കെ ഓക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ചെയ്തിട്ടുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ വയലറ്റ് കളർ, ഗ്രേപ്പ് വയലറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഗ്ലിറ്റർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വയലറ്റ് കളറിലുള്ള ഗ്ലിറ്ററാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ മാനുവൽ എയർ ബ്രഷിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഗ്ലിറ്ററൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നേരെ തിരിച്ചാണ് കേട്ടോ പിടിക്കുക എയർ ബ്രഷ് ചെയ്യുമ്പോൾ. മറ്റേത് സാധാ നമ്മൾ ലിക്വിഡും കളറൊക്കെ ആഡ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് പിടിക്കുക. ഇതിങ്ങനെ ആകുമ്പോൾ ഗ്ലിറ്ററൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തിരിച്ച് വേണം കേട്ടോ പിടിക്കാൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ മാത്രമേ കൊടുക്കണുള്ളൂ കേട്ടോ ഗ്ലിറ്റർ, താഴെയൊന്നും അപ്ലൈ ചെയ്യണില്ല. അപ്പോൾ മുകളിൽ ഏകദേശം ഒരുപാട് കട്ടിക്കൊന്നും കൊടുക്കണില്ല, അത്യാവശ്യം ലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഗ്ലിറ്റർ ചില ടൈമിൽ ഒരു ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ. എല്ലാതും ഇല്ല, ചിലത് അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മളുടെ അടുത്ത് കസ്റ്റമേഴ്സ് പറയുമ്പോൾ അവർ ഓക്കെ ആകുമ്പോഴല്ലേ നമ്മളെ അടുത്ത് പറയും. അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ നമുക്ക് അതിലൊരു ക്രൗൺ വെച്ച് കൊടുക്കാണ്ടായിരുന്നു. അതും ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഫോണ്ടൻറ്റിലും അപ്ലൈ ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് ചെയ്ത് വന്നപ്പോൾ ഡ്രൈ ആക്കിയപ്പോൾ കളർ ഒന്ന് ചേഞ്ചായി പോയിട്ടുണ്ട്. നോർമലി ആ ഒരു ഡിസൈനിൽ ഈ ഒരു ഫോണ്ടൻ വർക്ക് ഒരു ചേഞ്ച് ഉണ്ട്, അപ്പോഴേ അത് എടുത്ത് കാണിക്കുള്ളൂ. എല്ലാം ഒരു കളറാകുമ്പോൾ അതെടുത്ത് കാണിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു കളറിലാണ് നമുക്ക് ഡ്രൈ ആക്കിയപ്പോൾ കിട്ടിയത് കേട്ടോ. ചെറിയൊരു വേരിയേഷൻ വന്നു. പിന്നെ നമുക്ക് ഇതിലേക്ക് ഫോക്സ് ബോൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 എന്നുള്ള നമ്പർ ടോപ്പറുമാണ് കേട്ടോ. പിന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് മോളുടെ നെയിം ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ട് ബോർഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവർക്ക് ചെയ്യാനുള്ള കേക്ക്. ഇതിന് കൂടെ വേറൊരു കേക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ അടുത്ത ദിവസമാണ് കേട്ടോ. ഇത് നമ്മൾ 2 kg വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് കേക്കാണ്. നമ്മൾ 8 ഇഞ്ചിലും 5 ഇഞ്ചിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്രം കോട്ടിംഗ് ഒക്കെ നമ്മൾ തലേന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഫൈനൽ കോട്ടിങ് മാത്രമേ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ കാത്തു തീമിലാണ് നമ്മളെടുത്ത് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. കളേഴ്സൊന്നും അങ്ങനെ ഇന്ന കളർ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ ഐഡിയ പോലെ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോണ്ടൻ്റൊന്നും ചൂസ് ചെയ്തിട്ടില്ല. നമ്മൾ സ്റ്റിക്കർ വർക്കാണ് കേട്ടോ. ലേസർ പ്രിൻ്റ് എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആകുമ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. പിന്നെ നമ്മൾ ഈ 2 ക്രീമും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നോർമലി ഈ ഒരു കേക്ക് അങ്ങനെ ഫ്രോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതൊരു ലൈൻസ് പോലെ തോന്നും, അതൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അത് തമ്മിൽ നല്ല ബ്ലെൻഡ് ആയിക്കോളും. അപ്പോൾ നമ്മൾ ഈ ഒരു 2 കേക്കും ചെയ്ത് വന്നപ്പോൾ 2.5 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. 2 കിലോ കേക്ക് ഓർഡർ വന്നാലും 2.5 കിലോനാവും കേട്ടോ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ ഒരു 2 കളറിൽ കേക്കിൻ്റെ ഫുള്ള് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാത്തു തീമിലായതുകൊണ്ട് തന്നെ എല്ലാ ക്യാരക്ടേഴ്സിനെയും നമ്മൾ മൊത്തത്തിൽ സെർച്ച് ചെയ്തിട്ട് ലേസർ പ്രിൻ്റാണല്ലോ എടുത്തത്. അപ്പോൾ പ്രിൻ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വരിക എന്നുള്ളത് എപ്പോഴും നമ്മളെടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഇതിൻ്റെ സൈസ് നിങ്ങളറിയുക, നിങ്ങളെങ്ങനെയാണ് ഷോപ്പിൽ വിളിച്ച് പറയാറ് എന്നൊക്കെ. അപ്പോൾ നമ്മൾ കറക്റ്റൊന്നും എല്ലാ പ്രാവശ്യവും ആവുമൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ കുറഞ്ഞുണ്ടാവും, ചിലപ്പം കൂടിയുണ്ടാവും. നമ്മളൊരു ഏകദേശം ഒരു ഐഡിയ വെച്ച് പറയുന്നതാണ്. കേക്ക് ചെയ്ത് വരുമ്പോൾ എത്ര ഇഞ്ച് ഹൈറ്റ് ഉണ്ടാവും എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ്. നമ്മൾ കേക്ക് ചെയ്യണതിൻ്റെ മുന്നേ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും എങ്ങനെ ചെയ്യാൻ പോകണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യണതാണ് കേട്ടോ. കറക്റ്റ് എല്ലാ ടൈമിലൊന്നും ഓക്കെ ആവില്ല, ചിലപ്പോൾ കൂടി പോകാറുണ്ട്. സൈസ് ഓക്കെ അല്ലാത്തതുകൊണ്ട് രണ്ടാമതും പ്രിൻ്റ് എടുക്കേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതും ഓക്കെ ഒന്നും ആവില്ല. നമ്മൾ വീഡിയോസ് കാണിക്കുമ്പോൾ കറക്റ്റായിട്ട് വരുന്നത് മാത്രമല്ലേ കാണിക്കാറുള്ളൂ. പിന്നെ നമ്മൾ അതിന് ഒരു ഗ്രാസ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡാർക്ക് കളറിൽ ഗ്രീന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ഒരു പുല്ല് പോലെ തോന്നിക്കോളല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ട്രീ ഒക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ട് ഈ ഒരു കേക്കിലാണ് ഫസ്റ്റ് വെക്കുന്നത്. നമ്മളിഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞ കേക്കായതുകൊണ്ട് നമുക്കൊരു സമാധാനം ഉണ്ട് കേട്ടോ. എങ്ങനെയും ചെയ്യാമല്ലോ, കാത്തു തീമായാൽ മതി എന്നുള്ളൂ. അപ്പം ഞാൻ അതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ഫ്ലവേഴ്സ് ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തതാണ് റെഡ് കളറിൽ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.